ഇതിനകം ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള നിയമസഭ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരമാണ്. കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏറ്റവും സമുന്നതവും പവിത്രവുമായ ഒരു ഇടമാണ് നിയമസഭ. 3.5 കോടി ജനങ്ങൾ നീതിക്കും തുല്യതയ്ക്കും വേണ്ടി ഉറ്റുനോക്കുന്ന മഹനീയമായ സ്ഥാപനമാണിത് നിയമസഭ. ആ നിയമസഭയാണ് എനിക്കൊരു പുരസ്കാരം തരുന്നത്. ആ പുരസ്കാരം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിലപ്പെട്ടാണ്. 1957-നും 59-നും ഇടയിൽ വളരെ സുപ്രധാനമായ 2 നിയമനിർമ്മാണങ്ങൾ നമ്മുടെ നിയമസഭയിൽ നടന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത EMSന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാരാണ് ഈ നിയമനിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമമാണ് ഒന്ന്. വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലാണ് മറ്റൊന്ന്. EMS സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കിയ ഈ 2 ഐതിഹാസിക നിയമപരിഷ്കാരങ്ങളും കേരളത്തെ മാറ്റിമറിച്ചു. അത് പുതിയൊരു കേരളത്തിൽ നിർമ്മിച്ചു. അതുകൊണ്ട് ലോകം അമ്പരന്നു, അല്പം അസഹ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കർഷകർ ചോരയും വിയർപ്പും വീഴ്ത്തിയ മണ്ണ് അവസാനം അവരുടേതായി. കർഷക ഭൂമി കർഷകരുടേതായി. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അധ്യാപകർക്ക് അവരർഹിക്കുന്ന വേതനം ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസ നിലവാരം തകർന്നടിഞ്ഞിരുന്നു. അവിടെയും വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശികൾ വിദ്യാർത്ഥികളും അധ്യാപകരുമായി. കേരളത്തെ മഹിതമാക്കിയ നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന നിയമസഭയാണ് ഇന്ന് എന്നെ ആദരിക്കുന്നത്. അതെന്നെ കോരിത്തെരിപ്പിക്കുന്നു. മൺമറഞ്ഞു പോയ ആ പഴയകാല നേതാക്കളെ ആദരപൂർവ്വം കൃതജ്ഞാപൂർവ്വം ഞാനിവിടെ അനുസ്മരിക്കട്ടെ. എനിക്ക് ഒരു ചെറിയ സ്വപ്നമുണ്ട്, വളരെ ചെറിയൊരു സ്വപ്നമാണ്. അത് ഇതാണ്: നാടിൻ്റെ പുനർനിർമ്മിതി നിലക്കാത്ത ഒരു പ്രക്രിയയാണ്. അത് 57-ൽ ആരംഭിച്ചതാണ് ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിലേക്കുള്ള നമ്മുടെ പ്രയാണം. അതുകൊണ്ട് നമ്മുടെ നിയമസഭ 1957-ൽ തുടങ്ങി വെച്ച ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ആ ദൗത്യം തുടരേണ്ടതുണ്ട്. അതെവിടെയും നിന്നു പോകരുത്. നാം അത് തുടരണം. മാത്രമല്ല, മറ്റൊരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് വർഗീയതയും ഫാസിസത്തെയും ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത് എന്നതാണ്. ദൈവങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. ദൈവങ്ങൾ ആഗ്രഹിക്കുന്നില്ല വർഗീയതയോ ഫാസിസമോ നമ്മുടെ നിയമസഭയിലോ നമ്മുടെ ജീവിതത്തിലോ കടന്നു വരണമെന്ന് ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല. നിയമസഭയും എഴുത്തുകാരും തോളോട് തോൾ ചേർന്ന് നിന്ന് 3.5 കോടി ജനങ്ങളുടെ നന്മക്കായി പ്രവർത്തിക്കണം. അത് ഒരു വലിയൊരു സംരംഭമാണ്, വലിയൊരു ദൗത്യമാണ്. പക്ഷെ നമുക്കത് നിർവഹിക്കാൻ സാധിക്കും. ഞാൻ ആ ദൗത്യത്തിൻ്റെ കൂടെ ഉണ്ടാവും, സർക്കാരിൻ്റെ കൂടെ ഉണ്ടാവും, പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടാവും.